ഹായ്, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കമ്പനി ബോർഡ് LGSൻ്റെ SCERT ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് സോഷ്യൽ സയൻസിൻ്റെ ലക്ഷ്യക്കാർ പുതിയതായിട്ട് ഇറക്കിയ ടെക്സ്റ്റാണ്. സോഷ്യൽ സയൻസ് മാത്രം പുതിയ SCERT ചാപ്റ്റേഴ്സിനെ ഇതാക്കിയിട്ട്. പക്ഷേ നല്ല ടെക്സ്റ്റാട്ടോ. ഇതിനകത്ത് കമ്പനി ബോർഡ് LGSൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. കമ്പനി ബോർഡ് LGSൻ്റെ സിലബസിനകത്ത് ഉൾക്കൊള്ളുന്ന SCERT ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ മിക്കവാറുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഇതിനകത്തുണ്ട്. പിന്നെ ഇതെൻ്റെ ഡയറി, അത് ഞാൻ നേരത്തെ നോട്ട്സും ഒക്കെ, പിന്നെ യൂട്യൂബിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു സൈഡിൽ. പിന്നെ ഇത് കറണ്ട് അഫെയറിൻ്റെ. ഇത് നല്ല ടെക്സ്റ്റാണ്, കുഞ്ഞ് ടെക്സ്റ്റാണ്, നല്ല ടെക്സ്റ്റാണ്. പിന്നെ അത് ഈ സോഷ്യൽ സയൻസ് അതൊക്കെ ഈ റാങ്ക് മേക്കർ ഇതൊക്കെ ഞാൻ LDC സമയത്ത് മേടിച്ചത്. ക്ലാസ് റൂം അറിവ്, ഇതും നല്ല റാങ്ക് മേക്കറും നമ്മുടെ പഴയ SCERT ഒക്കെ. പക്ഷേ എക്സാമിന് പഴയ SCERTയും പുതിയ SCERTയും നമ്മൾ വായിച്ചിരിക്കണം. പിന്നെ സ്കൂൾ ടൈം അറിവിനകത്ത് അത് 4 ടെക്സ്റ്റ് വരുന്നുണ്ട്. അതും നല്ല ധനതത്വശാസ്ത്രമൊക്കെ LDC നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ടോപ്പിക്സ് ഉള്ളപ്പോൾ അതൊക്കെ നേരത്തെ കുറച്ച് ഇതുള്ളത് നേരത്തെ പഠിച്ചൊതുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ സോഷ്യൽ സയൻസിൻ്റെ ആണ് ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ലക്ഷ്യക്കാരിറക്കിയ ആ ടെക്സ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുതിയ SCERT ആണ് ഫുള്ള്. അപ്പം അതിനകത്തെന്ന് പറഞ്ഞാൽ ഈ കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് ഞാൻ നോക്കിയപ്പോൾ സോഷ്യൽ സയൻസിലെ മിക്കവാറുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്. അതിനകത്ത് ഞാൻ ടിക്ക് ഇട്ടേക്കുന്നുണ്ടോ ചാപ്റ്റർ 8 നാടറിയാം, അത് കമ്പനി ബോർഡ് LGSന്ന് മാർക്ക് ചെയ്തേക്കുന്ന ഈ ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അത് മിക്കവാറുള്ള എല്ലാ ചാപ്റ്റേഴ്സും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ പേരടക്കം നമുക്ക് കാണുമ്പോൾ പ്രത്യേക ഇതാണ്. നമ്മളെടുത്ത് നോക്കുമ്പോഴേ അത് ലക്ഷ്യയുടെ തന്നെ സാറിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് സാറ് പറയുന്നുണ്ട് ഈ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ആ ചാപ്റ്റേഴ്സ് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്ത്, അപ്പം നമുക്ക് വേറെ ബുക്കുകൾ തപ്പി നടക്കണ്ട. അപ്പോൾ ആ സോഷ്യൽ സയൻസിൻ്റെ ആ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി, സിലബസ് അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അങ്ങനെ. അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബാക്കി. പിന്നെ ഇംഗ്ലീഷും മലയാളവും കമ്പനി ബോർഡ് LGSന് ഇല്ല. അപ്പം ഈ ടെക്സ്റ്റ് വാങ്ങാത്തവർ അത്യാവശ്യം മീൻസ് ഇങ്ങനെ പലത് നോട്ട്സ് ഇങ്ങനെ തപ്പി നടക്കാതെ ബുദ്ധിമുട്ട് വേണ്ട. അപ്പോൾ ഇത് ഒരു ടെക്സ്റ്റ് വാങ്ങിച്ചാൽ അത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ റാങ്ക് മേക്കറും നല്ലതാണ്. ഇത് ഞാൻ കഴിഞ്ഞ LDC സമയത്ത് വാങ്ങിച്ചതാണ്. ഇതിനകത്തും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാ ചാപ്റ്റേഴ്സും ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ പോയിൻ്റായിട്ടാണ് നോട്ട്സ്. അത് ചിലർക്ക് ഇങ്ങനെ കഥ മാതിരി ഇല്ല. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ടെക്സ്റ്റാണ് അത്. കണ്ടോ അതിനകത്ത്. പക്ഷേ നമുക്കിങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെ ആ ക്ലാസ്, അതിൻ്റെ ചാപ്റ്ററിൻ്റെ നമ്പർ, ഇപ്പം പാഠം 1 പാഠം 2 അങ്ങനെയില്ല, അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ ഇൻഡെക്സ് പേജിലായത് ഇതെല്ലാം കൂടെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഏത് പേജ് നമ്പർ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ. പക്ഷേ ഞാനിപ്പോൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഈ സോഷ്യൽ സയൻസിൻ്റെ ഈ ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂം അറിവിനകത്ത് ഒരെണ്ണം വാങ്ങാനുണ്ട്, ജീവശാസ്ത്രത്തിൻ്റെ. അതും നല്ല, അതിനകത്തും ഈ ബയോളജി കാര്യങ്ങളൊക്കെ ആ ടെക്സ്റ്റ്. ഈ കറണ്ട് അഫെയറിൻ്റെ പിന്നെ പുതിയൊരു ടെക്സ്റ്റ് അവിടെ ഇറക്കിയിട്ടുണ്ട്. ഇതിന് വലിയ വിലയില്ല, 120 സംതിങ്ങേ ഉള്ളൂ. അതും നല്ലതാണ്. എനിക്ക് പക്ഷേ ഫോണൊക്കെ നോക്കി പഠിക്കാൻ പറ്റത്തില്ല, ഈ ചില ചാനലുകളിൽ നോക്കിയൊക്കെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവർക്ക് ചിലപ്പം അങ്ങനെ താല്പര്യം എന്നെ പോലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമാകുമല്ലോ ഈ ടെക്സ്റ്റുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ. എത്ര ആയാലും ടെക്സ്റ്റുകൾ നമ്മൾ വാങ്ങിച്ച് പഠിച്ചാൽ എത്ര ആയാലും ഫോണിലെ ലാപ്പിൽ നോക്കി പഠിത്തം നടക്കത്തില്ല. അതെനിക്കൊന്നും 90% നടക്കത്തില്ല. ഫോണിലെ ലാപ്പിൽ നോക്കി നമ്മൾ ഡൈവേർട്ടായി വേറെ അങ്ങോട്ടുമൊക്കെ പോകും. അപ്പം ഒരു റാങ്ക് ഫയൽ കൈ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പുതിയ റാങ്ക് ഫയൽ വാങ്ങുന്നില്ല. അപ്പോൾ SCERT ഇനി പുതിയത് വാങ്ങണം. അപ്പോൾ ഇതൊക്കെ ബുക്കുകളുടെ ഡീറ്റെയിൽസ്.